നീ എന്നെ ഇടിക്കാൻ വന്ന ഈ വണ്ടിയുണ്ടല്ലോ, നിന്നെ കുറെ ദൂരത്തേക്ക് കൊണ്ടുപോവായിരിക്കും. പക്ഷേ ഈ പേന ഒരാളെ കൊണ്ടെത്തിക്കുന്ന ദൂരത്തോളം വരില്ല അത്. എന്നോട് തർക്കുത്തരം പറയുന്നോടി. ഈ പാവത്തിന് തരാൻ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു ചെറിയ സമ്മാനമല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ. എന്റെ ജീവിതത്തില് എന്തിനും ഏതിനും വഴിത്തിരിവായി കൂടെ ഉണ്ടായിരുന്നത് അയാളാ. അതുകൊണ്ട് ഡ്രൈവർ പയ്യൻ തരുന്നത് എന്തും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാ. പഠിക്കാൻ വരുന്നവർക്ക് നല്ല ഗുരുത്വം. പേന സരസ്വതി ദേവിയാ. ഇതിനെ ചവിട്ടുന്നത് ദേവിയെ നിന്ദിക്കുന്നതിന് തുല്യവാ. പേനോണ്ട് ചെക്കിലും പ്രോമിസറി നോട്ടിലും ഒപ്പ് വെക്കുന്നവളാ ദക്ഷ. അതൊക്കെ ഇവളോട് എന്തിനാ പറയുന്നേ? ഇതേ റിച്ച് സ്റ്റുഡൻസ് പഠിക്കുന്ന ക്യാമ്പസാ. നിന്നെപ്പോലുള്ള എരപ്പകളുടെ സ്ഥാനം ഗേറ്റിന് പുറത്താ. ഞാൻ നിനക്ക് കുറച്ച് സമയം തരും. അതിനുള്ളിൽ മര്യാദയ്ക്ക് കോളേജ് വിട്ട് പുറത്തു പോക്കും. നീ എന്നെ ഇടിക്കാൻ വന്ന ഈ വണ്ടിയുണ്ടല്ലോ, നിന്നെ കുറെ ദൂരത്തേക്ക് കൊണ്ടുപോവായിരിക്കും. പക്ഷേ ഈ പേന ഒരാളെ കൊണ്ടെത്തിക്കുന്ന ദൂരത്തോളം വരില്ല അത്. എന്നോട് തർക്കുത്തരം പറയുന്നോടി. ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, നീ വാ. നീ നിന്റെ ശനിദോഷം തുടങ്ങിയെന്ന് കൂട്ടിക്കോ. ശരി, വാടി. അതെ, നാളെ മുതലാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ ലൈവ്. അതിനിപ്പോഴേ കട്ടൻ കാപ്പി കുടിച്ച് ഉറക്കം മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. എടാ, ഈ ലോകകപ്പ് എന്ന് പറയുന്നത് എനിക്കൊരു ഭ്രാന്താ. അതിനി എത്ര ഉറക്കം പോയാലും ഞാൻ കാണും. എന്റെ ടീം ഗോൾ അടിക്കുന്നതും ജയിക്കുന്നതും എനിക്ക് കാണണം. പിന്നെ കളി എവിടെയാ കാണേണ്ടതെന്ന് അറിയാലോ? അറിയാം, നമ്മുടെ സി കേരളം ചാനലിലും പിന്നെ C5 ആപ്പിലും. അപ്പൊ എല്ലാം പഠിച്ചു വെച്ചേക്കോ അല്ലേ? നീ പോടാ ഡ്രൈവർ പയ്യ. ചന്ദ്രമ്മ, നിങ്ങൾ അങ്ങോട്ട് നടന്നു, ഞാൻ വരാം. എന്താ ചിന്നു, ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ? ആരും ഇല്ലേലും എന്റെ ചന്ദ്രമ്മ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ആഹാ, അമ്മയും മോളും ആണോ? എന്തിനാ ഈ കുഞ്ഞിനെ ഇവിടെ പഠിക്കാൻ ഉണ്ടാക്കിയത്? ഇത് പണക്കാരുടെ മക്കൾ പഠിക്കുന്ന കോളേജാ. നാട്ടിലെ കോളേജുകളിലെല്ലാം റാഗിംഗ് മൊത്തത്തിൽ നിർത്തി. ഇവിടെ മാത്രം അതിന് ഒരു കുറവുമില്ല.
പോലീസ് കേസിന്റെ കാര്യം പറഞ്ഞാ അതില്ലാത്ത ഒരൊറ്റ ദിവസം പോലും ഈ കോളേജ് ക്യാമ്പസിൽ ഇല്ല. ഈ കുട്ടിയെ കണ്ടപ്പോ ഒരു സാധാരണ ഫാമിലിയിലെ കുട്ടിയാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചിലതൊക്കെ അങ്ങ് മൈൻഡ് ചെയ്ത് പോയാ മതി. വരിക, പഠിക്കുക, പോവുക. അതാണ് ഈ കല്യാണിയുടെ ആപ്തവാക്യം. ആ ആ. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല കുഞ്ഞെ. അയ്യോ വാ ചന്ദ്രമേ, നമുക്കൊന്ന് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വരാം. ഉം. വാ. നീ ആരെയാ കോൾ ചെയ്യുന്നേ? ഫുഡാണെങ്കിൽ ഒരു പെപ്പർ ചിക്കനും 2 ബർഗറും കൂടി പറഞ്ഞേക്ക്. നിനക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. നിനക്കോ? എനിക്കും ഒന്നും വേണ്ട. ഫുഡ് ഓർഡർ ചെയ്യാൻ പോയതാണോ എന്തോ? എനിക്കാണ് വിശന്നിട്ട് വയ്യ. ഇവളുടെ ഒരു ആർത്തി. ആർത്തി ഒന്ന് പണ്ടര. പൊടി. രമാൻറ്റി, ദക്ഷയ. മനസ്സിലായി, പറമോളെ. ആന്റി, അവളില്ലേ ആ ചിന്നു, അവള് പ്രിൻസിപ്പളുടെ റൂമിലോട്ട് പോയിട്ടുണ്ട്. ഇന്നത്തോടെ ആ നശിച്ചവള് പഠിത്തം നിർത്തണം. അതേതായാലും നടക്കുന്ന ലക്ഷണം ഉണ്ട് ആന്റി. കാര്യം, പ്രിൻസിപ്പളിന്റെ നാവിൽ സരസ്വതി വിളയാടി തുടങ്ങിയ പിന്നെ ഒരു രക്ഷയുമില്ല. ഡിക്ഷണറിയിലല്ല, സോഷ്യൽ മീഡിയയിൽ ഒരിടത്തും തന്നെ കിട്ടാത്ത വാക്കുകളൊക്കെ പുറത്തു വരും. ഓ, അത്ര തൊലിക്കട്ടിയുള്ളവർക്കേ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പ്രിൻസിയോട് വേണ്ട രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. മുൻപൊരു പീഡന കേസ് വന്നപ്പോ ജോലി പോവാതെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയതേ ഈ ദക്ഷയായിരുന്നു, അച്ഛന്റെ ബലത്തില്. ഓ, ഇന്ന് ഏതായാലും കല്യാണിയെ ക്ലാസ്സിൽ കയറ്റാൻ പോകുന്നില്ല. ആന്റി കൂടി പ്രിൻസിപ്പളിനെ വിളിച്ചൊന്ന് ചൂടാക്ക്. ഒരു ഉന്തിന്റെ കൂടെ ഒരു തള്ളും കൂടി ആവട്ടെ. ഓക്കെ മോളെ, ആന്റി വിളിക്കാം. ആ, മോൾ അപ്പുള്ള വിവരം ആന്റിക്ക് തരണം. അത് ഞാൻ ഏറ്റു ആന്റി. ആഹാ. ആദ്യം പ്രിൻസിയെ വിളിക്ക്. ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ തന്നുകൊണ്ടേയിരിക്കാം. ഓക്കെ മോളെ. നിന്നെ സമ്മതിച്ചു ദക്ഷേ. എത്ര പെട്ടെന്നാ നീ നിന്റെ അമ്മായിയമ്മ ഓടിച്ചു മടക്കിയെടുത്തത്. മരുമകളുടെ എല്ലാ നെറിയടകൾക്കും കൂട്ടുനിൽക്കുന്ന ആ അമ്മായിമ്മയുടെ ഒരു തൈ കിട്ടോ? വീട്ടിൽ കൊണ്ടുപോയി നട്ടുവെക്കാനാ. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് വേണം. തൈ ഒന്നും വേണ്ട മക്കളെ, ആ വള്ളിച്ചെടിയെ തന്നെ ഞാൻ പീസ് പീസായിട്ട് മുറിച്ചങ്ങ് തന്നേക്കാം. എന്തുവാടി ഇത്? എനിക്ക് മാത്രം എന്താ ചന്ദ്രമ്മ ഇങ്ങനെ?